നമസ്കാരം. സ്വർണ്ണത്താലും പൂക്കളാലും അലങ്കരിച്ച രാംലല്ലയുടെ വിഗ്രഹത്തിന്റെ മെഴി തുറന്നത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് തൊട്ടുമുമ്പ്. നരേന്ദ്രമോദി മുഖ്യ യജമാനനായ ചടങ്ങിൽ നിരവധി പുരോഹിതരുടെയും സന്യാസിമാരുടെയും സാന്നിധ്യത്തിലാണ് വിഗ്രഹത്തിന്റെ നേത്രോന്മീലന ചടങ്ങ് നടന്നത്. RSS മേധാവി മോഹൻ ഭാഗവതും മോദിക്കൊപ്പമുണ്ടായിരുന്നു. 5 വയസ്സിലുള്ള ശ്രീരാമനെയാണ് കറുത്ത കല്ലിൽ കൊത്തിയെടുത്ത വിഗ്രഹത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കർണാടകയിലെ മൈസൂരു സ്വദേശിയായ അരുൺ യോഗിരാജാണ് 51 ഇഞ്ച് വലുപ്പമുള്ള ഈ വിഗ്രഹം നിർമ്മിച്ചത്. കേദാർനാഥിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രസിദ്ധമായ ആദിശങ്കരാചാര്യരുടെ വിഗ്രഹവും ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിലുള്ള സുഭാഷ് ചന്ദ്രബോസിന്റെ രൂപവും യോഗിരാജാണ് നിർമ്മിച്ചത്. കറുത്ത കല്ലിൽ കൊത്തിയെടുത്ത രൂപം നൂറ്റാണ്ടുകളോളം കേടുകൂടാതെ ഇരിക്കുമെന്നാണ് കരുതുന്നത്. തിളക്കമേറിയ രാജകീയ വസ്ത്രങ്ങളും കിരീടവും വിഗ്രഹത്തിൽ ചാർത്തി. രാംലല്ല വിഗ്രഹത്തിൽ വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളും സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട പ്രധാന ചിഹ്നങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ശ്രീരാമ വിഗ്രഹത്തിൻ്റെ ഒരു കാലിനോട് ചേർന്ന് ഹനുമാൻ, മറ്റൊരു കാലിൽ ഗരുഡൻ, വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ സ്വാസ്തിക്, ഓം, ഗദ, ശംഖ് എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളും വിഗ്രഹത്തിൻ്റെ ഇരുവശത്തും ചിത്രീകരിച്ചിട്ടുണ്ട്. മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളായ കൃഷ്ണൻ, പരശുരാമൻ, കൽക്കി, നരസിംഹം തുടങ്ങിയവരെയെല്ലാം വിഗ്രഹത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ശ്രീരാമൻ്റെ ഏറ്റവും വലിയ ഭക്തനായ ഹനുമാന് വിഗ്രഹത്തിൻ്റെ വലത് കാൽപാദത്തിലാണ് സ്ഥാനം. വിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡനെ ഇടതു കാൽപാദത്തിനരികിലും ചിത്രീകരിച്ചിട്ടുണ്ട്. വിഗ്രഹത്തിൻ്റെ മുകൾ ഭാഗത്താകട്ടെ സനാതനധർമ്മവും ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട എല്ലാ വിശുദ്ധ ചിഹ്നങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വസ്തിക, ഓം, ചക്ര, ഗദ, ശംഖ് എന്നിവയെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം വിഷ്ണുവുമായും ശ്രീരാമനുമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഘടകങ്ങളാണ്. വിഗ്രഹത്തിൻ്റെ വലത് കൈ ആശീർവാദം നൽകുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ കൈയിൽ ഒരു അമ്പ് നൽകിയിരിക്കുന്നു. ഇടത് കൈയിൽ വില്ലും കൊടുത്തിട്ടുണ്ട്. 5 വയസ്സുള്ള ശ്രീരാമനെയാണ് കറുത്ത കല്ലിൽ കൊത്തിയെടുത്ത വിഗ്രഹമായി ചിത്രീകരിച്ചിരിക്കുന്നത്. അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് പുതിയ കാലക്രമത്തിന്റെ ഉദയമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നീണ്ട തപസ്യയ്ക്കൊടുവിൽ അയോധ്യയിൽ രാമൻ എത്തിയെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാമവിഗ്രഹത്തിനരികിൽ വൈകാരികമായിട്ടാണ് ചെലവഴിച്ചതെന്നും വ്യക്തമാക്കി. ഇന്ന് ഒരു തീയതി മാത്രമല്ല, ഒരു പുതിയ കാലചക്രത്തിന്റെ തുടക്കമാണെന്നും മോദി വിശേഷിപ്പിച്ചു. അയോധ്യ ക്ഷേത്ര നിർമ്മാണം വൈകിയതിൽ ശ്രീരാമനോട് ക്ഷമ ചോദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാംലല്ല ഇനി മുതൽ വസിക്കുക ടെന്റിലല്ല, മഹാക്ഷേത്രത്തിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നൂറ്റാണ്ടുകൾ നീണ്ട ത്യാഗത്തിന്റെയും തപസ്സിന്റെയും കാത്തിരിപ്പിന്റെയും ഫലമായി നമ്മുടെ രാമൻ ആഗതനായെന്ന് അദ്ദേഹം പറഞ്ഞു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ആളുകൾ ഈ ദിവസവും ഈ നിമിഷവും അനുസ്മരിക്കും. ഈ അനുഗ്രഹീത നിമിഷത്തിന് സാക്ഷികളാകാൻ നമുക്ക് അവസരം ലഭിച്ചത് ശ്രീരാമന്റെ മഹാ അനുഗ്രഹമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് നമ്മുടെ രാമൻ എത്തിയിരിക്കുകയാണ്. നീണ്ട തപസ്യക്കൊടുവിൽ നമ്മുടെ രാമൻ എത്തിയിരിക്കുന്നു. നീണ്ട കാലത്തെ ബലിദാനങ്ങൾക്കും ത്യാഗങ്ങൾക്കും കാത്തിരിപ്പിനും ശേഷം ഇന്ന് നമ്മുടെ രാമൻ എത്തിയിരിക്കുകയാണ്. നമ്മുടെ രാമലല്ല ഇപ്പോൾ ടെന്റിനകത്തല്ല, നമ്മുടെ രാംലല്ല ഭവ്യ മന്ദിരത്തിലാണ്. ഏറെ വൈകാരികമായ നിമിഷമാണിത്. പുതിയ കാലഘട്ടത്തിൻ്റെ ഉദയം, പുതിയ ഇതിഹാസം ഇവിടെ കുറിക്കപ്പെടുന്നു. അയോധ്യയ്ക്കും സരയുവിനും പ്രണാമം. സീതാദേവിക്കും ഭരത ശത്രുഘ്നന്മാർക്കും ലക്ഷ്മണനും പ്രണാമം. പ്രാണപ്രതിഷ്ഠാ ദിനം 1000 വർഷങ്ങൾക്ക് ശേഷം സ്മരിക്കപ്പെടും. ജനുവരി 22 സൂര്യോദയം രാജ്യത്തിന് അതിമനോഹരമായ പ്രഭയാണ് ചൊരിഞ്ഞിരിക്കുന്നത്. 2024 ജനുവരി 22 എന്ന ദിനം കലണ്ടറിലെ വെറും ഒരു തീയതിയല്ല, പുതിയ കാലചക്രത്തിൻ്റെ തുടക്കമാണ്. ഭഗവാൻ ശ്രീരാമനോട് ഈ അവസരത്തിൽ ഞാൻ ക്ഷമാപണം നടത്തുകയാണ്. നമ്മുടെ ശ്രമങ്ങളിൽ ചെറിയ പോരായ്മകൾ സംഭവിച്ചിരിക്കാം. ഭവ്യ മന്ദിരം യാഥാർത്ഥ്യമാകാൻ നൂറ്റാണ്ടുകൾ വേണ്ടി വന്നു. ഒടുവിൽ ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ക്ഷേത്ര നിർമ്മാണത്തിന് വർഷങ്ങളെടുത്തതിന് ഭഗവാൻ നമ്മളോട് ക്ഷമിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും മോദി പറഞ്ഞു.